ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? എന്നുണ്ട് വിശേഷം. അപ്പോൾ എൻ്റെ വ്ളോഗെല്ലാം സ്ഥിരമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. ഐ വാസ് ഇൻ കൊച്ചി. സോ കൊച്ചിക്ക് ശേഷം ഞാൻ ബാക്ക് ടു ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഇന്ന് സൺഡേ, സാറ്റർഡേ കാലത്ത് വന്ന് ഇന്ന് സൺഡേ. ഇന്നൊന്നും പുറത്ത് പോകാനൊന്നുമില്ല. വൈകുന്നേരം നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. സോ റെസ്റ്റ് എടുക്കണം. ഇതൊക്കെ തന്നെയാണ്. ട്രിവാൻഡ്രത്ത് മഴയില്ല, ജസ്റ്റ് ഇപ്പം ഭയങ്കര കാറ്റാണ്, വല്ലാത്ത കാറ്റാണ്, തണുത്ത കാറ്റാണ്. ഇങ്ങനെ ശരീരമൊക്കെ അധികമായിട്ട് ഡ്രൈ ആവുന്നുണ്ടോ എന്നൊരു സംശയം, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ വ്ളോഗ് എടുക്കുന്ന ദിവസങ്ങളിൽ ട്രിവാൻഡ്രം ജില്ലയിൽ കൂടെ പോകേണ്ട എല്ലാ വണ്ടികളും ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതിന് ഇതുവരെ ഒരു മാറ്റവും ഇല്ല. ഞാൻ എങ്ങോട്ടെങ്കിലും മാറിയെങ്കിലേ ഉള്ളൂ. നല്ല കാറ്റ്. സോ ഞാനിങ്ങനെ വൈബ് അടിച്ചിരിക്കുകയാണ്. എൻ്റെ അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ മമ്മി അടിപൊളിയായിട്ട് പാലപ്പവും ഒരു ഉള്ളിക്കറി പോലത്തെ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പരിപാടി ബെഡ് വിരിക്കുക, ഇതൊക്കെ തന്നെ. ബെഡ് വിരിക്കുക എനിക്കൊരു പ്രത്യേക കഴിവ് കിട്ടിയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് വൃത്തിക്ക് ബെഡ് വിരിക്കാൻ അറിയാം. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. പുറത്ത് പോകാൻ റെഡിയായി ലുലു മോളൊന്ന് പോകണം, അതാണ് ആഗ്രഹം. സോ ഗെറ്റ് സെറ്റ് റെഡി ഗോ എന്നാണ് ഞാൻ വിചാരിക്കുന്ന. സാധനം കിട്ടുമോ എന്തോ. എന്തായാലും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ആൻഡ് നല്ല വെയിലായിരുന്നു കേട്ടോ. 10 മണിയൊക്കെ ആയപ്പോൾ നല്ല വെയിലായി. കുറച്ച് മഴക്കാരൊക്കെ ഇറങ്ങുന്ന സമയത്ത് കണ്ടതാണ്. പിന്നെ ഒന്ന് വെയിലായി. ലുലുമോളുടെ അകത്ത് കയറിയപ്പോൾ ആശ്വാസമായി, കാരണം അത്ര വെയിൽ കൊണ്ട് എൻ്റെ കൂടെ തണുപ്പുണ്ടായിരുന്നു. സോ ഞാനിങ്ങനെ മനസ്സിൽ ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുമോ എന്ന് ഓർത്ത് ചിന്തിച്ച് ഹൈപ്പർ മാർക്കറ്റിലെത്തി. സത്യം പറയട്ടെ, സാധനം കിട്ടിയില്ല. സാധനം കിട്ടാതെ ഞാൻ തിരിച്ച് വേൾഡ് മാർക്കറ്റിലേക്ക് പപ്പയും കൂട്ടിയിട്ട് പോയി. ഞങ്ങൾ തിരിച്ചു വന്നപ്പം സോളുമ വെയിലൊക്കെ കായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങും പോകുന്നില്ല, ഫ്രീ ആയിട്ട് ഇന്ന് വൈബൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നിങ്ങൾ കണ്ടല്ലോ, ലുലുവിൽ പോകേണ്ടി വന്നു, വേൾഡ് മാർക്കറ്റിൽ പോകേണ്ടി വന്നു മീനൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ആക്ച്വലി വെറുതെ ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചപ്പോഴാണ് ഫോണിൽ ഞാൻ ലുലു ആപ്പിൽ കക്കയിറച്ചിയുടെ അവൈലബിലിറ്റി കണ്ടു. എനിക്കിഷ്ടമാണ് കക്കയിറച്ചി. കറൻ്റ്ലി എനിക്കിപ്പോൾ നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ല. മീൻ കഴിക്കാം, മീനിലെല്ലാ മീനും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇറച്ചി എനിക്കില്ല. ഇറച്ചി എന്നുള്ളൊരു സംഭവം ഞാൻ ഉപേക്ഷിച്ചു. എല്ലാ മീനും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് അതിയായ ആഗ്രഹം കക്കയിറച്ചി കഴിക്കാൻ എന്നുള്ളത്. കക്കയിറച്ചി എനിക്ക് കൊച്ചിലെ തൊട്ട് ഇഷ്ടമുള്ള സാധനമാണ്. കക്കയിറച്ചി നല്ല ഒലത്തി ആഹാ. അപ്പോൾ ട്രിവാൻഡ്രത്ത് കക്കയിറച്ചി ഞാൻ ഭയങ്കര പ്രശ്നമാണ്, അത് കാണാനില്ല സാധനത്തിന്. അങ്ങനെ നോക്കി ഇന്ന് ഞാനിങ്ങനെ ലുലുവിൻ്റെ ആപ്പ് നോക്കിയപ്പം കക്കയിറച്ചിയുടെ ഹോം ഡെലിവറി കാണിച്ചു. ഏതാണ്ട് 500 ഗ്രാമിന് തന്നെ 124 അങ്ങനെ അത്രയേ ഉള്ളൂ. സോ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവിടെ പോയി ലുലുവിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് വരാമെന്ന്. പക്ഷേ അതാണ് ഞാൻ ലുലുവിൽ പോയത്, ഞാനും പപ്പയും കൂടെ. പക്ഷേ പറ്റിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്നില്ല അവൈലബിലിറ്റി. അവർ തന്നെ കക്കയിറച്ചിയാ ഇന്നാ ഇവിടെയോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ പോലും അറിഞ്ഞില്ല. പിന്നെ ആ വിഷമത്തോടു കൂടി ഞങ്ങൾ തിരിച്ച് കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് വന്നു. എൻ്റെ ഈ കോലം കണ്ടിട്ട് നിങ്ങൾ ബേജാറാവേണ്ട, ഭ്രാന്ത് പിടിച്ച അവസ്ഥയല്ല. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഉള്ളിനീരിടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തലയിൽ ഈവൻ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ചൊറിച്ചിലുണ്ടെങ്കിലൊക്കെ മാറും. അല്ല, ഞാൻ കൂടുതലും എനിക്കങ്ങനെ അപാരമായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറില്ല. ചില്ലറ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. 2 ദിവസം തല നനയ്ക്കാതിരിക്കുമ്പോൾ. ഞാൻ എല്ലാ ദിവസവും തല നനയ്ക്കുന്ന ആളല്ല. അപ്പോൾ ഞാനിങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം ഉള്ളിനീരിടും. ചെറിയ ഉള്ളി ആക്ച്വലി അതൊരു നല്ലൊരു ഒറ്റമൂലിയാണ്. അത് തലമുടിക്കും നല്ലതാണ്. ആ സ്കാൽപ്പിൽ എന്തെങ്കിലും ചെളിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറും. സോ അതിങ്ങനെ പുരട്ടിയിട്ട് ഞാനിങ്ങനെ മസാജിങ് ബൈ മോമി. ഞാനിങ്ങനെ ഒരു സുഖത്തിലിരിക്കണം. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ കുളിക്കണം. വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ല. ഇടയ്ക്ക് വേറെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. കുളിച്ചു, കഴിച്ചു, ഉറങ്ങി എണീറ്റു, വീണ്ടും കഴിച്ച് റെഡിയായി ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഫുൾ സെറ്റാണ്. 8 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അതിന് മുന്നായിട്ട്
റെഡി ആയിട്ട് പോകണം. സോ ഇത്രയും വ്ളോഗുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ, നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം. വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്, ബിക്കോസ് എനിക്ക് നൈറ്റ് ഷിഫ്റ്റിന് പോകാൻ, ഡ്യൂട്ടിക്ക് പോകാൻ ടൈമായി. ഗെറ്റ് സെറ്റ് റെഡി ഗോ. സോ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.